72 ശിഷ്യന്മാർ ഭയങ്കര സന്തോഷത്തോടുകൂടി ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. അവരുടെ സന്തോഷത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈശോയുടെ നാമത്തിൽ അവരെ പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ സന്തോഷം. ഈശോ അവരെ അയക്കുന്നുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് അവർ അയച്ചേക്കണേ. നോക്കി തിരികെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനത്തോടു കൂടി തിരിച്ചു വരുന്നു. പക്ഷേ ഈശോ അവരെ തിരുത്തുന്നുണ്ട്. ഇതിലൊന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് സന്തോഷിക്കേണ്ടതെന്നാണ് ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ, ദൈവകൃപകൾ നമ്മളുടെ കഴിവാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വല്ലാണ്ട് അമിതമായിട്ട് ആഹ്ലാദിക്കാറില്ലേ, സന്തോഷിക്കാറില്ലേ? സുവിശേഷം ഓർമ്മിപ്പിക്കുന്നതാണ്, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവ സാന്നിധ്യം നമ്മുടെ മനസ്സിലുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടത് നല്ലതല്ലേ? നമുക്ക് ദൈവികമായിട്ടുള്ള സാന്നിധ്യവും ദൈവത്തിൻ്റെ ഒരു പ്രസൻസും ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കേണ്ടത് നല്ലതാണ്. ഈ 72 ശിഷ്യന്മാർ തിരികെ വന്നിട്ട് അവർ വിചാരിച്ചിട്ടുണ്ടാവും അവരുടെ കഴിവ് കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ സാധിച്ചതെന്ന്. പലപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോഴൊക്കെ സ്വന്തം കഴിവിൽ അഹങ്കരിച്ച് ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളും അടയാളങ്ങളൊക്കെ ഉള്ളവർ ചിലപ്പോഴൊക്കെ കഴിവ് നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൽ തകർന്നു പോയ അനുഭവങ്ങളൊക്കെ. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടുകൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കഴിവിൽ അഹങ്കരിക്കാതെ ദൈവം നൽകിയതാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ദൈവിക സാന്നിധ്യ സ്മരണ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാനും ദൈവത്തോടു കൂടെ സഞ്ചരിക്കാനും അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.